2005 ഒരു പള്ളിയിൽ പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പള്ളിയിൽ സാധാരണ പോകാറില്ല. അപ്പോൾ അവിടെയുള്ള അച്ഛന്മാരല്ല, ഈ ജർമ്മനിയിലൊന്നും അച്ഛന്മാരില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ചങ്ങനാശ്ശേരി രൂപതയിൽ അച്ഛന്മാരില്ല ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അവിടെ ഒരു പള്ളിയിൽ ഇരിക്കാൻ അച്ഛനില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു വരാമോ എന്ന് ചോദിച്ചു. ഞാൻ ചെന്നു. അപ്പോൾ അവിടെ 50 വർഷമായിട്ട് പള്ളിയില്ല. കുട്ടനാടാണ്. ആ കുട്ടനാട്ടിൽ പള്ളിയില്ല. 130 വീട്ടുകാരേ ഉള്ളൂ ആ ഇടവകയിൽ. ഇവരെ കൊണ്ടൊരു പള്ളി പണിയാൻ പറ്റത്തില്ല. പള്ളിയില്ല, വലിയൊരു പാരിഷ് ഹാളും ഇല്ല. കണ്ടങ്കേരി എന്ന് പറയുന്നിടത്ത് ഈ 130 വീട്ടുകാരെ കൊണ്ട് ഞാൻ 1,87,00,000 രൂപ ഉണ്ടാക്കി. പിരിച്ചതല്ല, താതാന്ന് പറഞ്ഞുകൊണ്ട് പിരിവ് നടത്തിയതല്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെ കിട്ടും. പാമ്പനാറ് ഇടുക്കിയിൽ കിടക്കുന്ന തേയിലപ്പൊടി 1 കിലോ തേയില 3000 വീട്ടുകാരുള്ള ഒരു ഇടവകയിൽ കൊടുത്തിട്ട് പറയാം, നിങ്ങൾ 1 രൂപയും പള്ളി പണിയാനായിട്ട് സംഭാവന ചെയ്യേണ്ട. പള്ളിയും പാരിഷുകളും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു സാധനം ഇതിന്റെ MRPയിൽ മേടിച്ചാൽ മതി. ഈസ്റ്റേൺ കറി പൗഡർ കൊണ്ടുവന്നു 48 രൂപ നമ്മൾ ഫാക്ടറി കൊടുത്താൽ ബാക്കി 52 രൂപ നമുക്ക് ലാഭമാണ് 1 കിലോയിൽ. ഞാൻ പറഞ്ഞ പെർസെൻറ്റേജാണ് പറയുന്നത്. അപ്പോൾ 300 രൂപയുടെ തേയിലയുണ്ട്, 200 ഉണ്ട്, 100 ഉണ്ട്. ഏത് കൊടുത്താലും നമുക്ക് 50% പ്രോഫിറ്റാണ്. 1 കിലോ തേയില 3000 വീട്ടുകാരുള്ളിടത്ത് നമ്മൾ കൊടുത്താൽ എന്താ നമുക്ക് കിട്ടുന്നത്? 3 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. ഞാൻ നോക്കിയപ്പോൾ നിമിഷ നേരം കൊണ്ട് പൈസയായി. ഹ്യൂമൻ റിസോഴ്സ് ഈസ് ദ റിയൽ റിസോഴ്സ്. ഇപ്പോൾ അമേരിക്കയും ചൈനയും ഒക്കെ ഓടി നടക്കുന്നത് എന്തിനാ? ഇന്ത്യയിലേക്ക് വരികയല്ലേ, ഓരോ ഫാക്ടറി ആയിട്ട് വരികയല്ലേ. കാരണം ഇന്ത്യയിലാണ് മാർക്കറ്റ്, ജനമുള്ളടത്തെ മാർക്കറ്റുള്ളൂ. ഇന്ത്യ വലിയൊരു മാർക്കറ്റ്, വലിയൊരു മാർക്കറ്റ് അല്ലേ? ശരിയല്ലേ? നിനക്ക് പോകാൻ പറ്റേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.